ഹായ് ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുമ്പോൾ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിലേക്ക്. നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റ് വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ടോപ്പിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല, വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഇതുപോലെ സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട് സെന്റർ പോർഷനിൽ. അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്ക് സൈഡും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് ഒരു 50 എബവ് വരുന്നുണ്ട്. അപ്പോൾ 2.5 മീറ്റർ എബവ് ടോപ്പിന് നമുക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷോൾ തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ്. അതായത് കണ്ടോ അതിന്റെ മെറ്റീരിയൽ ഇതുപോലെ ക്രഷ്ഡ് ആയിട്ട് വരുന്നതുണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയൽ നല്ല പ്രിന്റഡ് ആയിട്ട്, മെയിനായിട്ട് ആ ഒരു സൈഡ് ബോർഡർ എല്ലാം ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്നു. മൾട്ടി കളർ കോമ്പിനേഷൻ പ്രിന്റുകൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ എല്ലാം ഇതുപോലെ ഒറിജിനൽ മിറേഴ്സ് ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട്. ഒരുപാട് പേരൊക്കെ ചോദിച്ചായിരുന്നു ഏത് സ്പെഷ്യൽ ഇതിന്റെ ആ ഒരു കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തട്ടമായിട്ടൊക്കെ ഇടുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്, ഭയങ്കര രസമല്ല. കാരണം അവർക്ക് തട്ടയിടുന്നവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിനേക്കാളും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും ഷോളിനായിരിക്കും. കാരണം ഷോളാണല്ലോ കുറച്ചുകൂടെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്തെല്ലാം ഇതുപോലെ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇട്ടാൽ അവിടെ കിടക്കുകയും ചെയ്തോളും. പെട്ടെന്ന് ഇങ്ങനെ ഒരു പോരത്തൊന്നുമില്ല. അങ്ങനെ നല്ലതായിട്ട് അല്ലാത്തവർക്കാണെങ്കിലും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല പ്ലെയിൻ സെറ്റിന്റെ കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു പ്ലെയിൻ ബ്ലൂ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എല്ലാം പെയർ ചെയ്യാനും നല്ലൊരു ഷോളാണ് വരുന്നത്. 2.3 ആണ് ഷോൾ ലെങ്ത് വരുന്നത്. ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1080 മാത്രമാണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത്. പ്രൈസ് 1080 മാത്രമാണ്. നമുക്ക് ഷെയ്ഡുകൾ നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. വേറെ ടോപ്പിലേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഈ ഒരു ബോൾസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ്. എല്ലാം ബേസ് ആയിട്ട് ആ ഒരു ടോപ്പിന്റെ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. എന്നിട്ട് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ആ ഒരു പ്രിന്റുകളും പ്ലസ് ഇതുപോലെ ആ ഒരു മിറേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഒട്ടും നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകില്ല. അത് അങ്ങനെ തന്നെ കിടന്നോളും. അങ്ങനെ പെട്ടെന്ന് താഴെ പോവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അല്ലാതെ തന്നെ നമുക്ക് വൺ സൈഡ് ഒക്കെ ഇട്ട ഒരു പാർട്ടി വെയർ ആയിട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. വേണ്ട വളരെ കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. വേണ്ട ഇങ്ങനെ വരും ഷോള്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോള് തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടീൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. ഇതുപോലെ തന്നെ വരുന്നു. പ്ലെയിൻ ആയിട്ടാണ് സെറ്റ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. എൻ്റെ ഭാഗത്തേക്ക് നല്ല ഭംഗിയായിട്ട് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നു. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഹെവി സാൻഡൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. നല്ല ഭംഗിയുള്ള ഷോള്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു കേട്ടോ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോള് വരുന്നത് ഇതുപോലെ. ഈ ഷോളിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട്. കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഷോള് പെയർ ചെയ്യാം. ആ ഒരു സെറ്റുകളൊക്കെ ഇപ്പൊ ഗ്രീൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പോകും. അങ്ങനെ എല്ലാം നമുക്ക് ആ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് കുറേ ഷെയ്ഡുകൾ ഇതിനകത്തേക്ക് വരുന്നത്. അതിന്റെ കൂടെ എല്ലാം നമുക്ക് ഈ ഒരു ഷോള് പെയർ ചെയ്യാനായിട്ട് പറ്റും. ബ്ലാക്ക് ആണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ പെയർ ആയി പോവുകയും ചെയ്തോളും. ഇതാണ് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വരുന്നു. എല്ലാം സെയിം ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് എല്ലാം വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. ബോർഡേഴ്സ് രണ്ടും ആ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള പ്രിന്റുകൾ പോകുന്നു. പ്ലസ് ഒറിജിനൽ മിറേഴ്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിലേക്ക്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ബേജ് കളറിലേക്കാണ് കേട്ടോ വരുന്നത്. സെയിം ടോണിലേക്ക് സെയിം തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ സാൻഡൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എല്ലാം ഒരു ലൈറ്റ് ആൻഡ് പേസ്റ്റൽ ചാർട്ടാണ് എല്ലാം കാണാൻ പോകുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ ഷോൾ വരുന്നത്. ഷോൾ ഒരു ഒന്നുകൂടെ കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ഷോൾ വരുന്നത്. അതിന്റെ കോമ്പിനേഷൻ ലൈറ്റ് ഷെയ്ഡിലേക്കും വരുന്നുണ്ട്. ഇങ്ങനെ ഇതിന്റെ പ്രിന്റുകൾ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻഡിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പ്രൈസ് ഇതിന്റെ സെയിം തന്നെയാണ്. അടുത്തത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രേ കളറാണ് കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. സെന്ററിൽ ആ ഒരു സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതിനകത്തെല്ലാം ബോഡി ഷെയ്ഡിന്റെ ടോപ്പിന്റെ ആ ഒരു കളർ ഷെയ്ഡിനേക്കാളും ഒന്നുകൂടി ഡാർക്കർ ആയിട്ടാണ് ഷോള് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഷോളാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ വരും. അടുത്തത് നോക്കാം.
നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഒലിവ് ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ അല്ല, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ നല്ല ഭംഗി, എന്താ പറയുക, ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ആ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതേണ്ട എങ്ങനെയാണ് വരുന്നത്, നല്ല ഹെവി ആയിട്ട് തന്നെ ഷോൾ കൊടുക്കുന്നുണ്ട്. കുറേ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ്. നല്ല ഹെവി ആയിട്ട് തന്നെ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഷോള്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ വലിച്ച ഇത്രയും നീളം കേട്ടോ. ഇത്രയും ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ചുരുങ്ങി 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 കിടക്കുന്നുണ്ട്. ഹെവി ആയിട്ട് മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ടീൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ എന്ന് പറയാം. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതാ ഇതുപോലെ സെൻറ്ററിലേക്ക് സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഷോള്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ട് മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? സെറ്റിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.